ദീന് ഫസാദാക്കലും ദീന് നാശമാക്കലുമായി ഉലമാ ഇറങ്ങി 4 ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ നോക്കിയാൽ ഒരുപാട് മൗലവിമാരെ കണക്ക് നോക്കിയാൽ റമദാനു ഷരീഫിൽ ഓലെ മെയിൻ ജോലി എന്താ? റമദാനിൽ അവർ ഒറ്റ ഒന്നും അധികവും ഇവിടെ ഉണ്ടാവില്ല, ഒക്കെ ദുബായിലായിരിക്കും, അല്ലെങ്കിൽ സൗദിയിലായിരിക്കും, അല്ലെങ്കിൽ ഖത്തറിലായിരിക്കും, ഒമാനിലായിരിക്കും, ബഹ്റൈനിലായിരിക്കും, കുവൈത്തിലായിരിക്കും. ഇങ്ങനത്തെ ഗൾഫ് രാഷ്ട്രങ്ങളിലായിരിക്കും മൗലവിമാരൊക്കെ. എന്തിനാ? ഖുർആൻ ഓതാൻ പോയതാ, ഇബാദത്തെടുക്കാൻ പോയതാ. എന്താ പണി? ആടെ പോയിട്ടുള്ള ആൾക്കാരടുത്തൊക്കെ പോയിട്ട് പണം എരന്നുണ്ടാക്കണ പണിയാണ്. ഏത് അമ്പിയാക്കളെ വിറാസത്താത്? റമദാൻ മാസത്തിൽ പിരിവ് നടത്തുന്ന പരിപാടി. റമദാൻ മാസത്തിൽ ഇങ്ങനെ പിരിവ് പ്രത്യേകം ഒരു അമലായി എല്ലാ സ്ഥലത്തും പോയിട്ട് പൈസ പിരിക്കുക എന്നുള്ളത് റമദാനിൽ ഒരു അമലായിട്ട് ഏത് അമ്പിയാക്കളെ വാരിസഭല്? അങ്ങനെ ഏത് അമ്പിയ ചെയ്ത് റമദാൻ മാസത്തിൽ പൈസ പിരിക്കാൻ പോണ പണി? റമദാൻ മാസമാകുമ്പം തിലാവത്തുൽ ഖുർആൻ, കൂടുതൽ ഖുർആൻ ഓതിന ഇമാം ഷാഫിഈ. റമദാൻ ആകുമ്പോൾ കൂടുതൽ ഓതു കഴിഞ്ഞു. ബലെന്ത് ഷാഫികളാ? റമദാൻ മാസമാകുമ്പം കൂടുതൽ ഇബാദത്ത് എടുക്കഴിഞ്ഞു. അല്ലാത്ത സമയങ്ങളിലൊക്കെയും ഓതുന്നതിനേക്കാൾ കൂടുതൽ ഖത്മ് ഇമാം ഷാഫി ഒക്കെ റമദാനിൽ ഓതുന്ന. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ ഖിയാമുൽ ലൈൽ, ദീർഘമായിട്ടുള്ള ഖിയാമുൽ ലൈൽ ഉണ്ടാകും. ഒരായത്ത് തന്നെ മടക്കി 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 ഓതി സുബഹി വരെ ആയിപ്പോയ രാത്രികൾ റമദാനിൽ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവരെ കാണാൻ വേണ്ടി റമദാനു ഷരീഫിൽ വന്ന് ഇമാം അബൂ ഹനീഫനെ കാണാൻ ദൂരെ നാട്ടിൽ നിന്ന് വന്ന ഒരാൾ പറയുന്ന സംഭവം കാണാം. ഞാൻ ഇശാഇന്റെ സമയത്തെത്തി. മൂപ്പരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് മൂപ്പര് ഖിയാമുൽ ലൈലിന് വേണ്ടി നിന്നു. മൂപ്പര് നിസ്കരിക്കാൻ തുടങ്ങി. സുബഹിയാകുന്നത് വരെ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ നിസ്കാരത്തിൽ തന്നെയായിരുന്നു. ഈ ഇമാമീങ്ങളെ വഴിയിലാണ് നമ്മൾ ഉള്ളതെങ്കിൽ, ഈ ഇമാമീങ്ങളെ വാരിസീങ്ങളാണെങ്കിൽ റമദാൻ മാസമാകുമ്പം തിലാവത്തുൽ ഖുർആൻ വർദ്ധിപ്പിച്ചവരാണവര്. കൂടുതൽ ദിക്റുകളും സ്വലാത്തുകളും അമലുകളും ഇബാദത്തുകളും കൂട്ടിയവരാണവര്. ഇതോ തറാവീന് വരെ സാരല്ല, വേറെ ഒന്നിനും സമയമല്ല, വയലു അറിയാൻ വരെ പ്രത്യേകം സമയമല്ല, പിന്നെ കൂടുതൽ സമയവും. കാരണം റമദാനിലാകുമ്പം 10 റുപ്യ കൊടുത്താൽ 100 റുപ്യൻ്റെ കൂലി ഉണ്ട് എന്നുള്ള ഹദീസ് ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പിരിക്കാൻ ഏറ്റവും പുണ്യകർമ്മമായിട്ടുള്ള അമലാക്കി അതെടുത്തതാ. ഈ രാഷ്ട്രീയക്കാരെ മുന്നിലും വലിയ പണക്കാരെ മുന്നിലും ഒക്കെ പോയി ഞെളിഞ്ഞ് കുത്തിരുന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ട് വലിയ അഭിമാനത്തോടു കൂടി വിടുക. അതാണിപ്പം ആലിമീങ്ങളെ റമദാനിലെ ഏറ്റവും വലിയ ജോലി.